ഹായ്, നമസ്കാരം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിങ്ങൾ വോണ്ടർസ്കേപ്സിൽ ഞങ്ങളുടെ ഒരു ഹിമാലയൻ യാത്രയുടെ വിവരങ്ങളാണ് കണ്ടിരുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിയത് അനുസരിച്ച് നിങ്ങളൊക്കെ എൻജോയ് ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അത് എടുത്തപ്പോൾ വ്ളോഗിങ്ങിന് വേണ്ടി എടുത്തതായിരുന്നില്ല, എന്നാലും അത് ഞങ്ങൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തപ്പോൾ വളരെയധികം വെൽക്കമിങ് ആയിട്ടാണ് നിങ്ങളതിനെ സ്വീകരിച്ചത്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ സപ്പോർട്ട്, കീപ് സപ്പോർട്ടിങ് അസ്. ഇത്തവണ ഞങ്ങൾ അതിൻ്റെ ഫൈനൽ പാർട്ട് ക്ലൈമാക്സിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ തന്നെ അവിസ്മരണീയമായ 2 ദിവസങ്ങൾ എന്ന് പറയാം ഗോമുഖ് ട്രെക്കിലേക്ക് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. വളരെയധികം മെമ്മറബിൾ ആൻഡ് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത് ഞങ്ങൾക്ക്. ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങൾക്കും അത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു വണ്ടർസ്കേപ്സ് ഫ്ലാഷ്ബാക്ക് എഡിഷൻ. അങ്ങനെ രാവിലെ നേരത്തെ തന്നെ ഉത്സാഹത്തോടുകൂടി ഞങ്ങളൊക്കെ എത്തി ട്രക്ക് പാത്തിൽ ഗൈഡിനെ കാത്തിരുന്നു. 12 പേരാണ് ഞങ്ങളുടെ ടീമിലുള്ളതെന്ന്. കുറച്ച് വലിയ ഗ്രൂപ്പാണ് എന്നുള്ളതുകൊണ്ട് ഒരു ഗൈഡ് ഉണ്ടാവുമാവും നല്ലതെന്ന് തോന്നി. അയാൾ വന്ന് അയാളുടെ കൂടെ ഞങ്ങൾ ട്രക്ക് ആരംഭിച്ചു. ഗംഗോത്രിയിൽ നിന്ന് മൊത്തം 18 കിലോമീറ്റർ ദൂരമുണ്ട് ഗൗമുഖിലേക്ക്. ട്രക്ക് ചെയ്തിട്ട് തന്നെ വേണം പോവാൻ. 9 കിലോമീറ്റർ കഴിഞ്ഞാൽ ചീർബാസ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഭോജ്ബാസ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട്. അവിടുന്ന് 4 കിലോമീറ്റർ പോയാലാണ് ഗോമുഖിലെത്തുക. അപ്പോൾ ഈ ട്രെക്ക് ഗംഗോത്രി നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകണമെന്നുള്ളതുകൊണ്ട് നമുക്ക് പെർമിറ്റ് വേണം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു ചെക്ക് പോസ്റ്റ് എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പെർമിറ്റൊക്കെ അവർ ചെക്ക് ചെയ്യും, എന്നിട്ട് മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ട്രക്ക് പാത്ത് നാരോ ആയി. ഗൈഡുള്ള കാരണം നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. അയാളാണെന്ന് വെച്ചാൽ അവിടെ കാണുന്ന ചെടികളും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. പ്രത്യേകിച്ചും ഗംഗാ തുളസി പറഞ്ഞിട്ടുള്ള ഒരു ചെടി, അത് ശ്വാസമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത് ശ്വസിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടും. അതേമാതിരി ചൂടുവെള്ളത്തിലിട്ട് ചായയാക്കി കുടിക്കാം. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അയാൾ പറഞ്ഞു തന്നു. थोड़ा ऑक्सीजन की जैसे ब्रीदिंग हो गया, थोड़ा लेने से थोड़ा ये क्या पास रखना पड़ता है मुंह? सांस की भी उतना दिक्कत नहीं होती है. खाने में सब डालते हैं? खाने में बॉयल वाटर में डाल दिया तो टी भी हो सकता है, जैसे टी जैसा स्वाद देता है. गंगा तुलसी, ठीक है, बढ़िया. 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിൽ കുറേ നാശനഷ്ടങ്ങളുണ്ടായി, യമുനോത്രി ഗംഗോത്രി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കുറേ ഞങ്ങളോട് പറഞ്ഞു. വഴിയൊക്കെ അത്ര മോശമാവാനുള്ള ഒരു കാരണം അതാണെന്നാണ് ഭീം പറഞ്ഞത്. കണ്ടാൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ നോക്കുമ്പോൾ ആകപ്പാടെ പാറയൊക്കെ ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നദി ഒഴുകണമുണ്ട് കേട്ടോ. ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞിനി ഉരുകി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വെള്ളം അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ചളിവെള്ളം പോലെയാണ് കാണാൻ. വഴിയൊക്കെ തകർന്നു എന്ന് പറഞ്ഞു വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒറ്റവരിപ്പാത പോലെ, അല്ലെങ്കിൽ 2 ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് എന്തായാലും നടക്കാം. അങ്ങനത്തെ വളരെ വീതി കുറഞ്ഞ വഴിയാണ്. കുറേയൊക്കെ അവർ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. പണി ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്തായാലും ആ മലകളും മഞ്ഞും ഒക്കെ കണ്ടിട്ടുള്ള ആ സന്തോഷത്തിൽ, അല്ലെങ്കിൽ ആ ആവേശത്തിൽ ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോയി. അങ്ങനെ പോയപ്പോൾ ശരിക്കും ഒരു ഐസ് മല മുമ്പിൽ, ഗ്ലേഷ്യർ, അത് കടന്ന് അപ്പുറത്തേക്ക് പോകണം. ഇനി നമുക്ക് ഓരോ ചുവടും ശ്രദ്ധിച്ച് വെച്ച് ഞങ്ങളങ്ങനെ കയറി പോവാണ്. ഗൈഡിനെ എടുത്തത് നന്നായി എന്ന് തോന്നിയ അവസരമാണ് കേട്ടോ അത്. അയാൾ നല്ലോണം എല്ലാവരെയും കൈ പിടിച്ച് കേട്ടിട്ടുണ്ട്. ഇത്തിരി ദൂരം അങ്ങോട്ട് നടന്നപ്പോഴേക്കും കുറേ ആൾക്കാർ കുറേ സാധനങ്ങളൊക്കെ ചുമന്ന് വരുന്ന കണ്ടു. അത് തപോവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്.
ഗോമുഖം കഴിഞ്ഞും പോകണം. നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്, 14,000 ഫീറ്റാണ് അതിൻ്റെ ഉയരം. തപ്പോവനിൽ കുറേ ആൾക്കാർ ക്യാമ്പ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ കൂടെയുള്ള ഫോട്ടോസും ഒക്കെയാണ് തോന്നുന്നുണ്ട്. ഇത്രയും ഭാരമൊക്കെ ഏറ്റി അവർ ഒരു കൂസലുമില്ലാതെ നടന്നു പോകുമ്പോൾ ബഹുമാനത്തോടെ അല്ലാതെ അവരെ നോക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക്. പുഴ നല്ല ശക്തിയിൽ തന്നെയാണ് ഒഴുകണത്. ചില സ്ഥലത്ത് നമുക്ക് പുഴ മറികടക്കണം. ഇതുപോലെയുള്ള ഒറ്റത്തടി പാലങ്ങളൊക്കെയാണ്. സംഭവം അത്ര വലുതൊന്നുമല്ല, ആകെ ഒരു 10 അടിയൊക്കെ വലിപ്പമുള്ളൂ. ചാലും കൈവരിയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു സാഹസികമായിട്ട് തോന്നും നമുക്കത് ക്രോസ് ചെയ്യൽ. അങ്ങനെ കയറ്റം കയറിയും ഇറങ്ങിയും പുഴ ക്രോസ് ചെയ്തും ഇടയ്ക്ക് ഇരുന്നും ഒക്കെ വിശ്രമിച്ചും ഞങ്ങൾ ചീർബാസയിലെത്തി. ചീർബാസയിൽ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ ഒരു ചായക്കട ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ വാങ്ങി കുടിച്ചു. കയ്യിലുണ്ടായിരുന്ന ലഞ്ചും ഒക്കെ കഴിച്ചു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിശ്രമിച്ച് ക്ഷീണമൊക്കെ അകറ്റി വീണ്ടും യാത്ര പുറപ്പെട്ടു. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ റോഡ് തന്നെ ഇല്ല. പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ നടന്നു പോയിട്ട് ഇങ്ങനെ ഒരു ഒറ്റയടിപ്പാത പോലെ ഉണ്ട്, കുറേ കല്ലുകളൊക്കെ ആയിട്ട്. അതിൽ കൂടെ സൂക്ഷിച്ച് കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി ആ കയറ്റം കയറി വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വളരെ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. ആകെ വഴിയൊന്നുമില്ല, ഭയങ്കര പൊടിയാണ് ചുറ്റും. മലയുടെ സൈഡിൽ നിന്നും കുറേശ്ശെ ഇങ്ങനെ കല്ലും പൊടിയൊക്കെ കാറ്റത്ത് പറന്ന് വരുന്നുണ്ട്. പൊടിക്കാറ്റുണ്ട് കുറേശ്ശെ, നേരെ കാണണില്ല അത് കാരണം. പക്ഷേ ഭീം ഞങ്ങളെല്ലാവരെയും ഓരോരുത്തരായിട്ട് ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ കൈപിടിച്ച് കൊണ്ടുപോയി. കൂടെ തന്നെ ഒരു ഫോറസ്റ്റ് ഗാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കൂടി സഹായിച്ചിട്ട് ഞങ്ങളെല്ലാവരും കുഴപ്പമൊന്നുമില്ലാതെ അപ്പുറത്തെത്തി. പക്ഷേ ഈ യാത്രയിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയൊരു സ്ഥലം ആയിരുന്നു അത്. ആദ്യമായിട്ട് ഒരു ഭരലിൻ്റെ കൂട്ടത്തിനെയും കണ്ടു. അത് മലഞ്ചെരുവിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഇപ്പോൾ വീഴും തോന്നുന്ന സ്ഥലത്തും കൂടി നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും ഭോജ്ബാസ ഏകദേശം എത്താറായി. നമുക്ക് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തേക്ക് നോക്കി ആ വാലിയിൽ കുറേ ടെൻറ്റും തകരപ്പാട്ട കൊണ്ട് മേഞ്ഞ കെട്ടിടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അവിടെയാണ് ഇന്ന് നമ്മളുടെ സ്റ്റേ. ഭോജ്ബാസയിലെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ഫെസിലിറ്റീസേ ഉള്ളൂ. പലതും ടെൻറ്റ് അക്കോമഡേഷനാണ്. പിന്നെ അവിടെ ഉള്ളത് ഒരു ഡോർമെട്രിയാണ്. ഇലക്ട്രിസിറ്റി ഇല്ല, സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അവിടെ എത്തിയപ്പോഴേക്കും എന്തായാലും ഒരു കാര്യം തീരുമാനമായി. ഇന്നിപ്പോൾ ഗോമുഖിലേക്ക് പോലെ നടക്കില്ല, അപ്പോൾ അത് നാളെ രാവിലെ ആവാമെന്ന് തീരുമാനിച്ചു. കുറച്ച് നേരം വിശ്രമിച്ച ശേഷം പുഴയൊക്കെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി പോയി. നല്ല ഒഴുക്കാണ് കേട്ടോ പുഴയ്ക്ക്, നല്ല കാറ്റുമുണ്ട്. പക്ഷെ ആ കാഴ്ച അതിമനോഹരമാണ്. വാലിയിൽ നിന്നുള്ള മലകളുടെ ദൃശ്യം, പുഴ അങ്ങനെ ഒഴുകണു, അമേസിങ്. നമുക്ക് വാക്കുകളോട് വിവരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവില്ലേ, അതാണിത്. എന്തായാലും പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം അകത്ത് വന്ന് ഡിന്നർ കഴിച്ച് വേഗം തന്നെ ഉറങ്ങാനുള്ള പ്ലാനായി. ലൈറ്റും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനും ഇല്ല. രാവിലെ നേരത്തെ എണീറ്റ് ഗോമുഖിലേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ രാവിലെ തന്നെ ഗോമുഖിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. പക്ഷെ ചിലരൊക്കെ ഇന്നത്തെ യാത്ര കഴിയുമ്പോഴേക്കും വല്ലാണ്ട് ക്ഷീണമായിട്ട് ഗോമുഖിലേക്ക് വരണില്ല, റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു. ബാക്കി എല്ലാവരും കൂടി ഭോജ്ബാസയിൽ നിന്ന് ഗോമുഖിലേക്ക് പോയി. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴും അതെ,
വെളിച്ചമൊക്കെ അങ്ങനെ ആയി വരണേണ്ടായിരുന്നുള്ളൂ. പിന്നെ പോരാത്തതിന് രാത്രിയിലത്തെ തണുപ്പ് കാരണം വഴിയിൽ മുഴുവൻ ഐസ് പാളികളുണ്ട്. അപ്പോൾ ഈ ഐസ് പാളിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പ് ചെയ്യും, വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് കാരണം വളരെ സൂക്ഷിച്ച് അതിൽ ചവിട്ടാതെ അല്ലെങ്കിൽ ചവിട്ടിയാലും അത് സ്ലിപ്പ് ചെയ്യാതെയൊക്കെ ശ്രദ്ധിച്ച് പതുക്കെയാണ് ഞങ്ങൾ നടന്നത്. ആഗോളതാപനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഇവിടെ കാണാം. അവിടെ ആയിരുന്നു 1891 ഗോമുഖ് ഗ്ലേഷ്യർ. ഇപ്പം അത് ഇവിടുന്നും കുറേയും കൂടി ദൂരെ ആയിരിക്കണം. ഉരുകി അത്രയും ഐസ് നമുക്ക് നഷ്ടമായിരിക്കണം. ഗോമുഖ് ഗ്ലേഷ്യറിൻ്റെ അടുത്തെത്താറാവുമ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു ശിവൻ്റെ അമ്പലം, ചെറിയൊരു അമ്പലം. അവിടെ ആരെയും കണ്ടൊന്നുമില്ല. ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് അങ്ങോട്ട് പോയി, അത്രയേ ഉള്ളൂ. എന്തായാലും പതുക്കെ നടന്ന് ഞങ്ങൾ ഗോമുഖിലെത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ വികാരം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. സന്തോഷമോ എന്തൊക്കെയോ നേടിയ ഒരു ചാരിതാർത്ഥ്യമോ ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു നിസ്സാരതയോ എല്ലാം കൂടിയിട്ടുള്ള ഒരു സമ്മിശ്ര വികാരമാണ് ഇപ്പോൾ. ഓഫ് കോഴ്സ് ഇവിടെ എത്തിയതിൻ്റെ സന്തോഷം നല്ലോണം ഉണ്ട്, എക്സൈറ്റ്മെൻറ്റ്, യെസ് വി ഹവ് ഡൺ ഇറ്റ് എന്നുള്ള ഫീലിംഗ് എന്തായാലും ഉണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ തിരിച്ച് ഭോജ്വാസയിലേക്ക് തന്നെ പോവുകയാണ്. ഭോജ്വാസയിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബാക്കിയുള്ളവരൊക്കെ കൂട്ടി ഞങ്ങൾ തിരിച്ച് ഗംഗോത്രിയിലേക്ക് തന്നെ യാത്ര തിരിച്ചു. വീണ്ടും ആ ദുർഘടമായ സ്ഥലത്തെത്തി നമ്മൾ. ഇന്നലെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായ പോലെ തന്നെ ഇറങ്ങി വരാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം തന്നെ. കാരണം കാല് വഴുക്കി വീഴാൻ പോയി ഒരാൾ. ഗൈഡുള്ള കാരണം നമ്മൾ രക്ഷപ്പെട്ടു. കാല് ഉറച്ചു വെക്കാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ ഗ്രിപ്പില്ല അവിടെ. ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ഡേഞ്ചറസ് എന്നൊക്കെ തോന്നും. ചങ്കിടിപ്പോടെ ഇറങ്ങി വരണം. ഭയങ്കരല്ലേ? അല്ലാതെ ആ ടെക്നിക്കായല്ലേ അത് തന്നെയാണേ. എന്തായാലും കുറേ നടന്നും കുറച്ചിരുന്നും പിന്നെയും നടന്നും ഒക്കെ കൂട്ടത്തിൽ അവസാനമായിട്ട് ഗംഗോത്രി നാഷണൽ പാർക്കിൻ്റെ ആ എൻട്രൻസ് പിന്നിടുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയും സന്തോഷം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ അല്ലെങ്കിൽ ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണത്. ആറാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ യാത്രയായി. വന്ന പോലൊക്കെ തന്നെ ഋഷികേശ് ഹരിദ്വാർ വഴി ഡൽഹിയിലെത്തിയപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. അവിടെ വല്യച്ഛൻ്റെ വീട്ടിലെത്തി വിശ്രമിച്ച് പിറ്റേ ദിവസമൊക്കെയായി എല്ലാവരും അവനവൻ്റേതായ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. അവിസ്മരണീയമായ ഒരു യാത്ര അങ്ങനെ അവിടെ അവസാനിച്ചു. വാണ്ടർസ്കേപ്സിൻ്റെ യാത്ര എന്തായാലും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അതിൽ പങ്കാളിയാവാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത തവണ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.